ഇപ്പം കുറേ വീഡിയോസിലായിട്ട് ഞാൻ മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഇത് കേൾക്കുന്നവർക്കൊരു മടുപ്പ് തോന്നരുത്. കാരണം ഈ പത്രങ്ങളിൽ എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇപ്പം നമ്മളോ കരുതും നമുക്കൊരിക്കലും ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കരുതും. പക്ഷെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ഞാൻ എൻ്റേതുൾപ്പെടെയായിട്ടുള്ള കാര്യം പറയണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിഷമഘട്ടം വരും. അപ്പം നമുക്ക് അങ്ങ് തോന്നിപ്പോവും വേണ്ട എന്ന്. അതൊരു നിമിഷത്തിന് തോന്നലാണ്. ആ ഒരു നിമിഷം നമ്മൾ മാറിക്കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്. ഇപ്പം ചില ഈ ഇതായിട്ട് പറയുമല്ലോ, കണ്ടകശനി കൊണ്ടേ പോകും എന്നൊക്കെ പറയുന്ന പോലെ കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ സന്തോഷിപ്പിക്കാൻ, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ തന്നെ അതിലും മുഴുവൻ ഇങ്ങനെ കുറേ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ ആളുകളെ കയ്യിലെടുക്കാമോ ആ രീതിയിൽ എല്ലാ രീതിയിലും പാട്ടോ ഡാൻസോ മറ്റു കലാപരിപാടികളോ പല രീതിയിലാണ്. ഫാമിലി മൊത്തത്തോടു കൂടി ഇതിന് വേണ്ടിയിട്ടാണ്. ഇതിലെല്ലാത്തിലും മനുഷ്യർക്ക് ഹാപ്പിനെസ് എന്നതാണ് അവരുടെ സന്തോഷം. കാരണം അവർ ശ്രമിക്കുന്നത്, അതായത് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നതാണ് നമ്മളെ പറ്റി നമ്മുടെ മനുഷ്യ സമൂഹത്തെപ്പറ്റി പൊതുവെയുള്ള ധാരണ. ഒരിക്കലും അങ്ങനെ ആവരുത്. നമുക്ക് സന്തോഷം തരുന്നതിനെ മാത്രം നമ്മൾ നോക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം സന്തോഷം മാത്രമല്ല ജീവിതം, ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ജീവിതം. അപ്പം നമ്മളെപ്പോഴും ഈ സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു രസം തരുന്ന വീഡിയോസും മറ്റും മാത്രം നമ്മൾ കണ്ട് ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ആ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന മനസ്സ് പെട്ടെന്നൊരു നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാൻ പറ്റാണ്ടായിപ്പോവും. ശരിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പല ജീവിതങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നല്ല സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആദ്യം പോകുന്നത് എന്തായിരിക്കും? ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ചായിരിക്കും. കുടുംബം മൊത്തത്തോടായിരിക്കും ഇല്ലാണ്ടാകുന്നത്. എത്രയോ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കറിയില്ല ജീവിതത്തിലെ കഷ്ടപ്പാടും മറ്റു പ്രശ്നങ്ങളും അറിയില്ല. കുട്ടികളാണെങ്കിൽ തന്നെയും എങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളെ മറികടക്കണം എന്നതിനെക്കുറിച്ച് അറിയില്ല. അവർ കരുതുന്നത് എന്താണ്? നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ അതിൽ കാണുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ജീവിതമെന്നാണ് പലരും കരുതി പോകുന്നത്. അപ്പം നമുക്ക് തന്നെ അറിയാം, പണ്ട് തൊട്ടേ നമുക്ക് വിവാഹം നമുക്കിഷ്ടമുള്ള ആളിനെയൊക്കെ തിരഞ്ഞെടുത്ത് അച്ഛനെയും അമ്മയും വേണ്ടാന്ന് വിചാരിച്ച് പോകുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. സാഹചര്യങ്ങൾ മൂലം നമ്മളതൊന്നും തെറ്റു പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇന്ന് അങ്ങനെ ഇറങ്ങിപ്പോവുക അതെത്ര ഇതാണ്. ഇപ്പം നമ്മൾ യൂണിഫോമിൽ ആ ഒരു കോളേജിൽ പോകുന്ന വേഷത്തിൽ അങ്ങോട്ട് പോവുക, എന്നിട്ട് കല്യാണം എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കാൻ നേരെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. ചെറുക്കൻ്റെ വീട്ടുകാർ ഇതൊക്കെ ഒറിജിനൽ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരുപാട് പേര് എനിക്കങ്ങനെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് അത്ഭുതം തോന്നും. ഇതെന്താ ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? ഈയിടെ തന്നെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയേ ഉള്ളൂ, അതും ഇങ്ങനെ പോകും. ഒരാളെ ഉള്ളെന്നൊക്കെ പറയുമ്പോൾ അവരെത്ര കെയറിങ്ങോടുകൂടി വളർത്തുന്നതായിരിക്കും. ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഈ കുറേ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു റൊമാൻറ്റിക് ലൈഫാണ് ഫുള്ള് ജീവിതം എന്നുള്ള ചിന്താഗതിയാണ്. അതും ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ അബദ്ധങ്ങളും വലിയൊരു കുഴിയിലേക്കുള്ള വീഴ്ചയുമാണ്. അപ്പോൾ കരകയറാൻ ഒരു മാർഗ്ഗമില്ല. ആരെയും ആശ്രയിക്കും? വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന ആൾക്കാർ നോക്കണമെന്നുണ്ടോ? അവരുടെ വീട്ടുകാർ അത് ഉൾക്കൊണ്ട് നമ്മളെ നല്ലപോലെ നോക്കുന്നുണ്ടോ? പലപ്പോഴും പറ്റില്ല. ചിലപ്പം പഠിത്തം ഒട്ടും കാണത്തില്ല. ഈ പഠിക്കുന്ന സമയത്ത് പ്രണയത്തിൻ്റെ പുറകെ പോകുമ്പോഴും പഠിത്തവും നടക്കത്തില്ല.
വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി നല്ല, ഇല്ലെങ്കിൽ എന്താണ്, ഉള്ള വിദ്യാഭ്യാസം വെച്ചിട്ട് ഉള്ള എന്തെങ്കിലും ജോലി കിട്ടി വളരെയധികം നരകിച്ചായിരിക്കും ഒരുപക്ഷെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മളിതെല്ലാം അറിയണം. നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ കാണുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമുക്ക് സന്തോഷം തരുന്ന, സുഖത്തെ തരുന്ന വീഡിയോസ് മാത്രം ശ്രദ്ധിക്കാതെ എപ്പോഴും നമ്മുടെ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒറ്റ ഒരാളേ ഉള്ളൂ, നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല, അല്ലേ? ആ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടു പോകുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനീ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കുക, ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യം 100% കൂട്ടിപ്പറയാം, 101% ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ ഇരുന്ന് എൻ്റെ ഭാവനയിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളല്ല. ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ കുറേ കാര്യങ്ങളാണ്. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ എനിക്കറിയില്ല, 2 പേര് ഇതുപോലെ തന്നെ പഴയ കാലത്താണ് പ്രണയിച്ചു, വീട്ടുകാർ സമ്മതിക്കാഞ്ഞിട്ട് 2 പേരോട് ഒരു മുറിയിൽ തൂങ്ങി മരിച്ചു. നോക്കിയേ, എന്താണ് അവിടെ സംഭവിച്ചത്? അവർ 2 പേരും അത്ര വലിയ ഇഷ്ടത്തിലായിരുന്നുവെങ്കിൽ എന്തിനു വീട്ടുകാർ അങ്ങനെ നിർബന്ധം പിടിക്കുന്നു? നടത്തി കൊടുത്തേക്കുക, അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ജീവിക്കട്ടെ. പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അല്ല, ഞങ്ങളെ ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ലെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ വാശിയുടെ മുന്നിൽ, അതൊരു വാശിയല്ലേ, അല്ലേ? ആ വാശിയുടെ മുന്നിൽ തകർന്നു പോയത് 2 ജീവിതങ്ങളാണ്. അതും എന്ത് പ്രായമുണ്ട്? വലിയ പ്രായമൊന്നുമില്ല. 2 ജീവിതങ്ങളാണ്. ആ 2 കുടുംബത്തിലെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയും വളരെ മോശമാണ്. അവർക്ക് എന്നൊരു ദുഃഖമായിട്ട് നിൽക്കും. അവരുടെ ദുഃഖത്തിൻ്റെ അളവ് ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ടാവാം, പക്ഷേ എന്നും ഒരു വിങ്ങൽ തന്നെയല്ലേ, വിങ്ങി നീറിയിരിക്കും. തൻ്റെ മക്കളുടെ പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ, ഒപ്പം പഠിച്ച കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഒരുപാട് ഫീലാവും, അല്ലേ? അവരുടെ ഹൃദയത്തിൽ അത് വലിയൊരു നോവായിട്ട് ഇന്നും അവശേഷിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു വിഷമഘട്ടം എല്ലാവർക്കും ഉണ്ടാകും. അതിനെ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അപ്പം ഞാൻ കുറേ പേരുടെ കാര്യങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും എന്നോടുൾപ്പെടെ പറയാനുള്ളത്, തോൽക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക. മറ്റുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഇതെൻ്റെ ജീവിതമാണ്. അത് ചിലപ്പോൾ വിജയത്തിലായിരിക്കാം, അല്ലെങ്കിൽ പരാജയത്തിലായിരിക്കാം. അപ്പം അതിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അതിന് വേറെ രീതിയിൽ കാണില്ല. എൻ്റെ ജീവിതമല്ലേ, എനിക്കില്ലാത്ത ഒരു ഒരു ചിന്തയും മറ്റാർക്കും വേണ്ട. ഇതെൻ്റെ ജീവിതം, അല്ലേ? ഇതെൻ്റെ ജീവിതമാണ്. ഇപ്പം വീട്ടുകാർ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണമൊക്കെ കഴിപ്പിച്ച് തന്നു, പക്ഷേ ആ വിവാഹം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ആരുടെ ജീവിതമാണ് അവിടെ പ്രശ്നത്തിലാവുന്നത്? ആ ഒരു വിവാഹബന്ധം വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരുടെ ജീവിതത്തിലാണ് ആ പ്രശ്നം ഉണ്ടായത്? അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിലാണോ? അല്ല. ആരുടെയാണോ കല്യാണം നടന്നാൽ അവരുടെ ജീവിതമാണ് പ്രശ്നത്തിലാവുന്നത്, ഇല്ലേ? അവർക്കാണ് നിങ്ങളുടെ ജീവിതം. അല്ലാതെ ആൾക്കാർ പറഞ്ഞു അതെ ആ കൊച്ചിനെ വീട്ടുകാർ കെട്ടിച്ചതുകൊണ്ട് അങ്ങനെ ഒന്നും പറയത്തില്ല. പോകുന്നത് മുഴുവൻ ആ വ്യക്തിയുടെ ലൈഫ് തന്നെയാണ്. നമ്മളെന്തിനേയും പോസിറ്റീവായിട്ടും തന്നെ കൈകാര്യം ശ്രമിക്കാം. പിന്നെ ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് ചില സമയത്ത് ഈശ്വരൻ നമുക്ക് തരും. നമ്മൾ വിചാരിക്കും ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ മറികടന്ന് പോകും എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അത് നമ്മൾ മറികടക്കും.
അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഇപ്പം ആത്മഹത്യ എന്ന് തീരുമാനിക്കാനായിട്ട് ഒരാൾ ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇവർക്ക് ചിലപ്പം സമാനമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പം വ്യത്യസ്തമായ പ്രശ്നങ്ങളായിരിക്കും. പ്രധാനമായിട്ടും നമ്മളെന്താണ് ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഒന്നിൽ വീട്ടിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള പ്രശ്നം, അല്ലേ? ഭാര്യയുമായിട്ടുള്ള പ്രശ്നം. ഈ കുടുംബത്തിലുണ്ടാകുന്ന ഈ കലഹമാണ്. ഒരാളൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾക്കത് ഇഷ്ടപ്പെടാതെ വരുന്നു, അതിൻ്റെ പേരുള്ള തർക്കങ്ങളാവും. തർക്കങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പരസ്പരം പറഞ്ഞു മറ്റുള്ള ആളുകളെയും കൂടെ അതിനകത്ത് ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? അത് പ്രശ്നം കൂടുതൽ വഷളാക്കും. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ എന്തും പറയാനുള്ള അധികാരം ഞാൻ കൊടുക്കും. ഓക്കെ, നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞോളൂ എന്ന് പറയും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഭാര്യയ്ക്ക് തിരിച്ച് ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് അങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചും പറയാം. പക്ഷേ ഭർത്താവ് ഭാര്യയുടെ വീട്ടുകാരെ പറയാൻ തുടങ്ങുമ്പോഴെന്താണ്? ഭാര്യയ്ക്കത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പം തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാർ പറയും. അപ്പം ഭർത്താവിനത് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ വർത്തമാനം കൂടിക്കൂടി വരും. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഈ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുമല്ലോ. അപ്പോൾ അവൾ എന്നെക്കുറിച്ച് പറഞ്ഞ കേട്ടോ, കണ്ട, അതപ്പോൾ അവരുടെ മനസ്സിൽ വെച്ചേക്കും. പിന്നീട് അതും പറഞ്ഞിട്ടായിരിക്കും അടുത്ത കലഹം. അങ്ങനെ പിടിച്ച് കയറി എന്താ പറയുക പോകുന്നതാണ് മിക്ക വീട്ടിലെയും പ്രശ്നങ്ങൾ. ഈ വാശി ദേഷ്യം വരുമ്പം വിജയിക്കാനായിട്ട് പരസ്പരം പറയുന്ന വാക്കുകളാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പം എന്താണ് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം, എന്തോ വന്നാലും മിണ്ടാൻ പോകരുത്. ഒരാൾ മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ, ഒരാളവിടെ നിന്നുകൊണ്ട് പറഞ്ഞോട്ടെ, മറ്റേ ആൾ പ്രതികരിക്കാൻ പോകില്ല എന്ന് പറയും. അപ്പം ശരിയാണ്, അത് നല്ലൊരു കാര്യം തന്നെ എന്നിങ്ങനെ പറയും. പക്ഷെ നമ്മൾ പ്രതികരിക്കാതിരുന്നാലും ചിലപ്പോൾ പ്രശ്നം വലുതാവും. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളതായിരിക്കും അടുത്തത്. ചില മനുഷ്യർക്ക് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്തൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല, കേൾക്കാത്ത ഭാഗത്തില്ല. അപ്പോൾ അത് വേറെ എന്തോ കാര്യമുണ്ട്, ഇങ്ങനെ ചിന്തിക്കും. ചില മനസ്സുകൾ അങ്ങനെയാണ്, എല്ലാത്തിനും ഒരു സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ കാണുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സംശയമാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തിനാ അത്ര സംശയത്തോടുകൂടി കാണുന്നത്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ അങ്ങനെ അങ്ങ് സംശയിക്കുകയാണ്, അല്ലേ? അങ്ങനെയൊക്കെയുള്ള മനുഷ്യരോട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. എന്തും സംശയത്തോടുകൂടി മാത്രം വീക്ഷിക്കുക, അതവരുടെ ജന്മനാ ഉള്ളൊരു കഴിവാണ് ആ സംശയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളോട് ഭയങ്കര പ്രയാസമാണ്. ഇപ്പം കുടുംബ പ്രശ്നമായാലും പ്രണയത്തിൻ്റെ പ്രശ്നമായാലും നമ്മുടെ സാമ്പത്തിക പ്രശ്നമായാലും എന്തുമായാലും നമുക്ക് പരിഹരിക്കും. ഇപ്പം എല്ലാവരും പറയും പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കടം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ കരകയറും എന്നുള്ളതാണ്. കടക്കാരെല്ലാം കൂടെ വന്നിട്ട് ബഹളം തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് ചെന്നിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സംഭവിച്ചു പോയി, നമുക്ക് കടമുണ്ടായിപ്പോയി. അതെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. എത്ര വലിയ കോടീശ്വരനാണേലും ഒരു കടം ഉണ്ടാവാൻ അത് നമുക്ക് എത്ര ഉദാഹരണങ്ങളുണ്ടല്ലേ. അപ്പം അവർക്കൊക്കെ പെട്ടെന്നാണ് ഒരു ബിസിനസ്സിൽ ഒരു തകർച്ച വന്നാൽ എല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിക്കുക. വലിയൊരു ചീട്ടുകൊട്ടാരം പോലെ ഇരിക്കുന്നത് പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരൊറ്റ സെക്കൻഡ് മതിയല്ല. അതുപോലെ ആയിരിക്കും പലരുടെയും ബിസിനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോൾ ശരി, നമ്മളിത് എങ്ങനെ ജീവിക്കും, നാട്ടുകാരുടെ മുന്നിൽ പ്രശ്നമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ആത്മഹത്യ ചെയ്തേക്കാം എന്നങ്ങനെ ചിന്തിക്കുന്നത് വേണ്ട. നമുക്ക് സഹായം തേടാമല്ലോ, പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം, നമ്മുടെ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പെട്ടെന്നൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ കടക്കാരെല്ലാം കൂടെ വന്ന് നിരന്തരം പ്രശ്നമാണ്. നമുക്കുള്ളതെല്ലാം എന്താണ്, വിൽക്കാൻ പറ്റുന്നതെല്ലാം വിൽക്കുക. ചിലപ്പോൾ ഒരു വാടക വീട്ടിൽ ഒരു മുറിയുള്ള അല്ലെങ്കിൽ 2 മുറിയുള്ള ഒരു ചെറിയൊരു വാടക വീട്ടിലേക്കായിരിക്കാം നമുക്ക് പോകേണ്ടി വരിക. അതൊക്കെ അന്തസ്സായിട്ടുള്ള കാര്യമാണ്. എല്ലാം എന്നിട്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക, തികഞ്ഞില്ലെങ്കിൽ അതിനുള്ള അടുത്ത മാർഗം നോക്കുക. എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ വീണ്ടും തുടങ്ങാം. അപ്പം ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് വലിയ കാര്യമല്ല ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ
ഹൈവേയിലേക്ക് ഇറങ്ങി. ഇപ്പം റോഡ് പണിയായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്തോ ഇഷ്ടം പോലെ തട്ടുകടകളുണ്ട്. എന്ത് കച്ചവടമാണെന്നറിയാമോ? നല്ല കച്ചവടമാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളൊരു കഴിവുണ്ട്, ആ കഴിവിനെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക. നമ്മൾ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. കാരണം നമ്മുടെ ഭാഗത്ത് ആരെയും ചതിക്കണം, വഞ്ചിക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമുക്ക് എവിടുന്നെങ്കിലും ഒരു നന്മ ഈശ്വരൻ കൊണ്ടുതരും. ചതിയും വഞ്ചനയും പാടില്ല. ചിലരുണ്ട് ഈ ചതിയും വഞ്ചനയിലൂടെ മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും ഒരു അടി ഈശ്വരൻ കൊടുക്കും. അത് അങ്ങനെയുള്ള മനസ്സുള്ളവരെ കരുതിയിരിക്കുക. അത് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിലൊരു നല്ല സമയമുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഒരുപക്ഷെ നമ്മൾ പിടിക്കപ്പെടില്ല. എന്തെല്ലാം കാണിച്ചാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോരും അതിൽ നിന്ന്. പക്ഷേ ഈ മോശം സമയം വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിനെല്ലാം ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാകും. എപ്പോഴും നമ്മളിൽ ഒരു നന്മ നിലനിർത്തുക. നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം ഒരു കാരണവശാലും നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെ മനുഷ്യരാണ്, തെറ്റ് പറ്റുക സ്വാഭാവികമാണ്. നമ്മൾ ഒരിക്കലും മനസാക്ഷിയെ വഞ്ചിക്കാതിരിക്കുക. തെറ്റുകളൊക്കെ പറ്റും. നമ്മൾ കുഞ്ഞിലെ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മളൊരു പ്രായം വരെയും നമ്മൾ പല തെറ്റുകൾ ചിലപ്പോൾ നമുക്കറിയാം തെറ്റാണ്, നമുക്കറിയാൻ പറ്റും. പക്ഷേ നമ്മളുടെ മനസ്സ് നമ്മളെ അതിൽ നിന്ന് മാറാൻ സമ്മതിക്കില്ല. നമ്മളതിലേക്ക് വീണു പോകും. ചിലപ്പോൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കത് മോശമായിട്ടൊക്കെ തോന്നും. നമ്മൾ അവരുടെയൊക്കെ മുന്നിൽ തെറ്റുകാരായിപ്പോവും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെല്ലാം നമ്മളെ വളരെ മോശം കണ്ണോടുകൂടി കാണുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അവന് വളരെ മോശപ്പെട്ടവനാണ് എന്ന് കരുതി എല്ലാവരും, നമ്മുടെ വീട്ടുകാരുൾപ്പെടെ നമ്മളെ തള്ളിപ്പറയുന്ന സമയമൊക്കെ വരും. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ തളർന്നു പോവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിനെയെല്ലാം മറികടക്കും. നമ്മളതിനൊന്നും പല അഭിപ്രായങ്ങളൊക്കെ വന്നാലും നമ്മളതിനൊന്നും മൈൻഡ് ചെയ്യാനേ നിൽക്കല്ലേ. പറഞ്ഞോട്ടെ, ഞാൻ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാം. ഈ ഒരു മൈൻഡോടുകൂടി നിൽക്കണം. അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നമ്മുടെ മുന്നിൽ ആരും ഒന്നും പറയാനും നിൽക്കത്തില്ല. നിങ്ങളെ ഒരാൾ മോശമായിട്ട് പറയുകയാണ്, നിങ്ങളോട് മോശമായിട്ട് സംസാരിച്ചാൽ പറയണം. നിങ്ങൾക്കൊരിക്കലും എന്നെ മോശമായിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങളോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് എന്നോട് സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയും. നമ്മൾ പലപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ ആത്മഹത്യ വരെ ഉണ്ടാകുന്നതെന്താണ്? നമ്മൾ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തു നോക്കി നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അങ്ങനെ ഞാനിങ്ങനെയാണ്. അപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നന്നായിട്ട് ആലോചിച്ചെടുക്കണമെന്നുള്ളത് വളരെ ഒരു കാര്യമാണ്. നമ്മൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യും എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് എടുക്കുക. അതിലെന്ത് പ്രശ്നം വന്നാലും ഞാനതിനെ നേരിടാം, ഇങ്ങനെയൊക്കെ കരുതുക. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ എല്ലാ വശത്തൂടെ ചിന്തിക്കും. നമ്മളിപ്പോൾ ഒരു ദൂരേക്കൊരു യാത്ര പോകുന്നു, നമ്മൾ തീർച്ചയായിട്ടും ഇപ്പം ഗൂഗിൾ മാപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ആ സ്ഥലത്ത് പോയ ആളുകളോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഏതൊക്കെ വഴികളുണ്ട്, പെട്ടെന്നുള്ള വഴി എന്താണ്, അല്ലേ? ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ടാണ് ആ സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ വേണം നമുക്കൊരു പ്രശ്നമുണ്ടായാൽ നമ്മൾ നാട്ടുകാരോട് മുഴുവൻ ചെന്ന് ചോദിക്കണമെന്നില്ല. നമ്മൾ 4 വശവും അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ ഒരു പ്രശ്നത്തിൻ്റെ 4 വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പോസിറ്റീവും ചിന്തിക്കണം, നെഗറ്റീവും ചിന്തിക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താലും നെഗറ്റീവായിട്ട് എടുത്താലും അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കൂടെ ചിന്തിക്കണം. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്ത് പ്രശ്നമായാലും നമുക്ക് അതിനുള്ള പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്. അതിനുള്ള ശക്തി നമ്മുടെ മനസ്സിനുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കാതെ നമ്മുടെ മനസ്സിനെ
കൺട്രോൾ ചെയ്യാനും മനസ്സിനെ പാകപ്പെടുത്താനും, ഇല്ലേ, പല കാര്യങ്ങളിൽ പതറിപ്പോകുന്ന മനസ്സാണെങ്കിൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് തൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ മനസ്സിനെ എത്തിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി പോകണം. ഇപ്പോഴും നമ്മൾ വെറുതെ ഫോണെടുത്ത് വെറുതെ സ്വൈപ്പ് ചെയ്ത് കുറേ കാര്യങ്ങൾ കണ്ട് പോകാതെ എവിടെയെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, അതും കൂടെയൊക്കെ കേൾക്കാനുള്ള മനസ്സ് വേണം, അല്ലേ? ചില ബുദ്ധിമാന്മാരൊക്കെ പലതരത്തിലുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട്. ഭയങ്കര ഞാനൊക്കെ ഇത്ര കിഴിഞ്ഞ ബുദ്ധിയാണല്ലോ. അപ്പോൾ ആ കിഴിഞ്ഞ ബുദ്ധിയിലൂടെ അവർ പലതും നേടുന്നുണ്ട്. പക്ഷേ ഈ കിഴിഞ്ഞ ബുദ്ധി കേൾക്കുന്നവർക്കും കാണുന്നവർക്കും പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഉറപ്പ് കാര്യമാണ്. അവരവരുടെ നേട്ടത്തിനായിട്ട് മറ്റുള്ളവരെ യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പല വീഡിയോസ് കാണുമ്പോൾ തോന്നാറുള്ളത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് അവരുടെ കഴിവ്. നമുക്ക് ആ കഴിവില്ല, നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുമില്ല. ഞാനെന്തായാലും എൻ്റെ മനസ്സും മറ്റുള്ളവരുടെ മനസ്സും കൂടെ ചേർത്ത് വായിച്ച് അതിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പറയാണ്, ആത്മഹത്യ വേണ്ട. എന്ത് പ്രശ്നം ഉണ്ടായാലും ധൈര്യമായിട്ടിരിക്കുക. ധൈര്യമുള്ളവരുടെ കൂടെ ഈശ്വരനുണ്ടാവും. ആ ധൈര്യം തരുന്നതും ഈശ്വരനാണ്. ആരുമില്ല എന്ന് തോന്നില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നു, ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ട് എന്ന് പറയും. അത് ഈശ്വരൻ ഇറങ്ങി വന്ന് നമ്മളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ളത് ഇല്ല എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമുക്കൊരു ഈശ്വരൻ തുല്യമായിട്ടുള്ള ഒരു വ്യക്തി, ഒരാൾ, അല്ലെങ്കിൽ ഒരു സഹായം നമുക്ക് എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ആരും കൂടുതലായിട്ട് ചിന്തിച്ച് കാട് കയറുമൊന്നും വേണ്ട. നമ്മൾക്കൊരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാനുള്ള രീതിയെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. നമ്മളതിൽ നിന്നൊന്ന് മാറുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറുക, നമ്മൾ പ്രകൃതിയിലേക്ക് കുറച്ച് നേരം ഇറങ്ങി നടക്കുക, മനസ്സ് ഫ്രഷാവും. ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ച് നേരം അവിടെ പോയിരിക്കൂ, നമ്മുടെ മനസ്സ് തനിയേ മാറും. ഞാൻ എപ്പോഴും അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാനിങ്ങനെ സ്വയം ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എന്താണോ ഒരു ഫീല് വരുന്നത് യഥാർത്ഥത്തിൽ, അതെന്താണോ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഒരു പവിത്രമായൊരു സ്ഥലം, എന്താണ് ആ പവിത്രത, എന്താണ് ആ ശുദ്ധത, എന്താണ് അവിടുത്തെ ചൈതന്യം, എന്തെന്ന് മനസ്സിലാക്കും. നമ്മളൊരു അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗിയുണ്ട്. അമ്പലം എന്ന് പറയുന്നത് നല്ല ഭംഗിയായിരിക്കും അല്ലേ, പുറമേ നിന്ന് കാണുമ്പോൾ. ഇപ്പം കൊടിമരമൊക്കെ ഉള്ള അമ്പലമാണെങ്കിൽ അതും നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒന്നാണ്. പിന്നെ പടികൾ കയറി ഉള്ളിലേക്ക് പോകാം. തിരക്കുള്ളിടത്താണെങ്കിൽ ഉള്ളു ഒരു ബുദ്ധിമുട്ട്. തിരക്ക് കുറവുള്ളിടത്താണെങ്കിൽ നമ്മൾ 4 വശവും നോക്കും, ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചേ പോകുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന ദൈവത്തിന് നമ്മൾ അങ്ങേയറ്റം വരെ ബഹുമാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഏറ്റവും അധികം നമ്മൾ ബഹുമാനിക്കുകയാണ്. അപ്പം ആ ഒരു ബഹുമാനമാണ് നമ്മുടെ ഉള്ളിനെ ശാന്തമാക്കുന്നത്, അല്ലേ? നമ്മൾ മറ്റൊരാളെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഉള്ള് ശാന്തമാകും. നമ്മൾ ബഹുമാനമില്ലാത്ത ഒരാളോട് സംസാരിക്കുന്ന രീതിയിലാണോ ബഹുമാനമുള്ള ഒരാളോട് സംസാരിക്കുന്നത്, അല്ലേ? നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് ദൈവം, നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ദൈവം എന്ന് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട്. അവിടെ നമുക്ക് കള്ളം പറയാൻ പറ്റില്ല, സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്താലും ഇത് ഞാൻ കാണുന്നുണ്ട് എന്നാണ് ഈശ്വരൻ്റെ ഒരു സങ്കല്പം, അല്ലേ? ഈശ്വരനെക്കുറിച്ച് നമ്മൾ കരുതുന്നത്. അപ്പം നമുക്കവിടെ എന്താണ്, ഒരു കള്ളങ്ങളും ഇല്ല, എല്ലാം സത്യങ്ങൾ മാത്രം. പിന്നെ ദൈവത്തിനോട് ചെന്നിട്ട് നമ്മൾ മറ്റൊരാൾക്ക് മോശമുണ്ടാകുന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കാൻ തുനിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ സങ്കടം പറയും, എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സവിടെ നമ്മൾ തുറന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മൾ തന്നെ പറയും, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ പറയും. എങ്കിലും നമ്മൾ നമ്മുടെ ആ ഒരു പ്രാർത്ഥന എന്താണെന്ന് പറയും.
അപ്പോൾ നമ്മളവിടെ ആഗ്രഹമാണ്, നമുക്ക് അവിടെ നേടിയെടുക്കാനുള്ള ആഗ്രഹമാണ് നമ്മളവിടെ മുന്നിൽ വയ്ക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ചുറ്റുപാടൊന്നുമില്ല, നമ്മളും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ദേവതയും മാത്രം. അവിടെ മനസ്സുകൊണ്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുകയാണ്, മനസ്സുകൊണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അവിടെ എന്താണ്, മനസ്സുകൊണ്ടാണ് കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ വർത്തമാനത്തിലൂടെയല്ല. നമ്മളവിടെ കിടന്നുകൊണ്ട് ഒച്ചത്തിൽ അങ്ങനെയാണ് ദേവി, ഇങ്ങനെയാണ് ദേവി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഭഗവാനെ എന്നൊന്നും ഉറക്കെ കിടന്ന് സംസാരിക്കില്ല. അവിടെ നമ്മൾ ശാന്തതയാണ് ആദ്യമേ നോക്കുന്നത്. ശാന്തമായിട്ട് മനസ്സുകൾ തമ്മിലാണ് അവിടെ സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സ് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്, മനസ്സുകൊണ്ട് സംസാരിക്കുകയാണ് അവിടെ. അപ്പോൾ എന്താണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സ് ശാന്തമായി, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, ഇനി ദൈവം നോക്കിക്കോളും എന്ന ഒരു വിശ്വാസം നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലേ? ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിനെ നന്നായി ശാന്തമാക്കുന്നു. പിന്നീട് അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ വാങ്ങി, അല്ലേ, ചന്ദനമൊക്കെ ആണെങ്കിൽ ഒന്ന് തൊട്ട് കുറച്ച് നേരം അമ്പലത്തിൽ ഇരിക്കണമെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് കുറച്ച് നേരം അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത്? അവിടെ ഇരിക്കുമ്പോൾ നമ്മളൊരിക്കലും നമ്മളറിയാവുന്നവരൊക്കെ കാണുമെങ്കിലും ചിലപ്പോൾ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളെന്താണ് ആ 4 വശവും ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇപ്പം ദൈവത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട്, അല്ലേ, നമ്മളെപ്പോഴും എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ്, ഇപ്പം നമ്മളെല്ലാ മതവിഭാഗത്തിലും ഒരു അഗ്നിയുടെ സാന്നിധ്യമുണ്ട് എപ്പോഴും എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മൾ ഹിന്ദുക്കളെല്ലാവരും വിളക്ക് കത്തിക്കുന്നവരാണ്, അല്ലേ? വിളക്ക് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ദീപം, ആ ഒരു എന്താണ്, അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനാണെങ്കിലും അവർ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുന്നു, അവിടെയും അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. എനിക്ക് മുസ്ലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ച് വയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്നാണ് എൻ്റെ അറിവ്. പിന്നെ അവർക്ക് ഈ സുഗന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അതായത് ഈ നല്ല സുഗന്ധം. അതുപോലെ തന്നെ അവർ അത്തറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു മനസ്സിനുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റാണ് ആ പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു സുഗന്ധമുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നും. ഇപ്പം വൈകുന്നേരം വിളക്ക് കത്തിച്ച് വയ്ക്കുന്നു, ചന്ദനത്തിരിയും കത്തിച്ച് വയ്ക്കുന്നു. എന്താണ്, നമ്മുടെ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അല്ലേ? പാചകം, മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഗന്ധം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവാം. പക്ഷേ വൈകുന്നേരം സന്ധ്യാസമയത്തൊന്ന് വിളക്ക് കത്തിച്ച് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ ആ ചന്ദനത്തിരിയുടെ ഗന്ധം നമ്മുടെ വീട്ടിൽ പരക്കുകയാണ്. ആ ഗന്ധം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുക, നമ്മളൊന്ന് റിഫ്രഷ് ആവുകയും ചെയ്യും, ഇല്ലേ? നമുക്കൊരു വല്ലാത്തൊരു ശാന്തി ലഭിക്കുക എന്നുള്ളതുണ്ട് ഈ ഗന്ധത്തിന്. ഇതൊന്നും തന്നെ പഴയ ആളുകൾ ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല, നമ്മൾ തലമുറകളായിട്ട് കൈമാറി വന്നിരിക്കുന്ന കാര്യമാണ്. ഈ വിളക്ക് കൊളുത്തുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും, അല്ലേ, ഈ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുന്നതും ഒക്കെ പണ്ട് തൊട്ടേ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ അടുപ്പിൽ നിന്ന് വേണം അഗ്നി വിളക്കിലേക്ക് പകരുവാനെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ആദ്യം കത്തിക്കേണ്ടത് അടുക്കളയിൽ അടുപ്പാണ് ആദ്യമേ കത്തിക്കേണ്ടത്, എന്നിട്ട് അവിടുന്ന് വേണം നേരെ എവിടെ നമ്മുടെ വിളക്കിലേക്ക് തിരി അല്ലെങ്കിൽ തീ പകരുവാൻ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത്രയും കറക്റ്റ് ആ ഒരു ഒരു ബന്ധം അങ്ങനെ നിലനിൽക്കുന്നതാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും അവിടെ നമ്മൾ കാണുന്ന ദേവി എങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നിറച്ച് മാലയൊക്കെ ഇട്ട്, അല്ലേ, നല്ല ഭംഗിയായിട്ട് ഒരുക്കിയൊക്കെ വെച്ച് കാണുമ്പം അവിടെ ഒരു സൗന്ദര്യമാണ് നമ്മൾ കൂടുതലായിട്ട്. ആ ഒരു സൗന്ദര്യം നമ്മൾ കാണുമ്പോൾ, ഇല്ലേ, ആ ഒരു ഭംഗി, ആ ഒരു ഐശ്വര്യം കാണുമ്പോൾ നമ്മുടെ മനസ്സാണ് നിറയുന്നത്. മനസ്സ് നിറയുകയാണ്. നമ്മളിപ്പം ഇതേ കാര്യമാണ് നമ്മൾ കാശ് മുടക്കി ദൂരെ ഓരോ യാത്രകളിലൂടെ നേടുന്നത്.
അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി ദേവിയെ അല്ലെങ്കിൽ ദേവനെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ട് ആ വിളക്കും കാര്യങ്ങളുമെല്ലാം കണ്ടിട്ട് ഇപ്പം വിഷു കഴിഞ്ഞ് വിഷുവിന് എന്താണ് അങ്ങനെ ഒരുക്കിയത്, അത് നമ്മുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത് അല്ലേ. വിഷുവിന് കൃഷ്ണനെ ഒരുക്കി നിറച്ച് ഫലങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും ഭംഗിയായി ഒരുക്കി വിളക്കും കൊളുത്തി വെച്ചിരിക്കുന്ന ആ ഒരു കണി കണ്ടാൽ ആ അടുത്ത വിഷു വരെ നമ്മുടെ ഉള്ളിൽ ആ കണിയുടെ ആ രൂപം ഉള്ളിലുണ്ടാകും നമ്മുടെ മനസ്സിൽ അല്ലേ. അപ്പോൾ അത് നമ്മുടെ മനസ്സിനുള്ള ഒരു എന്താ പറയുക, ഒരു മരുന്ന് കൂടിയാണെന്ന് പറയാം, നമ്മുടെ മനസ്സിനെ ഫ്രഷാക്കി വയ്ക്കാൻ. ഇത്ര മനോഹരമായൊരു കാഴ്ച അല്ലേ. ഈ കാഴ്ചകൾക്കപ്പുറത്തേക്ക് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വിദേശ രാജ്യങ്ങളിൽ പോയും കാണുന്നത് എന്താണ്? ഇത്തരത്തിലുള്ളൊരു കാഴ്ചയല്ലേ. ഇങ്ങനത്തെ ഉള്ള ഭംഗിയുള്ള കാഴ്ചകൾ കാണാനല്ലേ നമ്മൾ ഓരോ രാജ്യങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ ആ ഭംഗിയുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ തീർച്ചയായിട്ടും ആനന്ദിപ്പിക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലൊരു ഭംഗിയുണ്ട്, ഒക്കെ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിലൊരു ഭംഗിയുണ്ട്. നമ്മൾ ആ ഭംഗിയെ മനസ്സിലാക്കി ആ ഭംഗിക്ക് മാറ്റുകൂട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്വയം സ്നേഹിക്കൂ എന്ന് പറയുന്നത്. സ്വയം ഒന്ന് സ്നേഹിച്ച് തുടങ്ങി ആ ഭംഗി നമ്മൾ ഒന്ന് കണ്ടു നോക്കി, നമ്മുടെ മനസ്സിന് ആനന്ദമുണ്ടാകും. ആ ആനന്ദമാണ് നമ്മുടെ മുന്നിലേക്ക് ഉള്ള യാത്രയിൽ പലപ്പോഴും നമുക്ക് എനർജി നൽകുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതും ഈ ഒരു എനർജി ഉണ്ട് അതിൽ. നമ്മൾ വേറെ ഇപ്പം ഗുരുദേവൻ അറിയാമല്ലോ, ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ട് കണ്ണാടി പ്രതിഷ്ഠിച്ചു? എന്താണ് തത്വമസി? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ദൈവമില്ല, അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, ദൈവത്തിനെ വിശ്വസിക്കണ്ട, പക്ഷേ ഈ പഴയ ഋഷിമാരും മറ്റും കണ്ടെത്തിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ സത്യമാണ്. അത് ഉറപ്പായും ഉള്ള കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് കുറേയധികം പകർത്തി നോക്കൂ. നമ്മുടെ മനസ്സ് ശരിക്കും ശാന്തമാകും. അങ്ങനെയുള്ള മനസ്സുകളുള്ള വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് തോന്നാം, ഇവരുടെ വീട്ടിലൊരു പ്രശ്നവും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലൊന്നുമില്ലേ, ഇത്രയൊക്കെ അറിയാവുന്ന ആളാകുമ്പോൾ ഇവർ ഒരു പ്രശ്നത്തിനും പോകാത്തവരായിരിക്കണമല്ലോ. അങ്ങനെ ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ പ്രശ്നങ്ങളൊക്കെ എല്ലായിടവും ഉണ്ട്, ഇവിടെയും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഞാനതിനെ എന്താ പറയുന്ന ഒരു മാർഗം എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ നിന്നാൽ കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി, എൻ്റെ മനസ്സിനെയും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പറയാനുള്ളത്, അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നിസ്കാരം ഒരു മഹത്തായ ഒരു കാര്യമാണ്. എല്ലാവരും നിസ്കരിക്കാറുണ്ടോ? നിസ്കാരം അറിയാവുന്നവരായിരിക്കുമല്ലോ ആ ഒരു വിഭാഗത്തിലുള്ള എല്ലാവർക്കും. പക്ഷേ നിസ്കരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ. കറക്റ്റായിട്ട് ഒരു ദിവസത്തെ എത്ര സമയമുണ്ട്, എത്ര പ്രാവശ്യം നിസ്കാരമുണ്ട് എന്നറിയാമോ? എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. 5 നമസ്കാരമാണോ? എനിക്കറിയില്ല. അതൊന്നും അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ എപ്പോഴെങ്കിലും ആരോടും ചോദിച്ച് കാണും, പക്ഷേ അതെൻ്റെ മനസ്സിൽ നിന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ദിവസം ഇത്ര പ്രാവശ്യം നിസ്കരിക്കുമല്ലോ. അപ്പം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, പിന്നെ സന്ധ്യയ്ക്ക് 4, പിന്നെ വെളുപ്പിനെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, വെളുപ്പിനെ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം 4 ആണോ 5 ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നവാസിക്ക ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു യോഗയുടെ ഭാഗം കൂടിയായിട്ട് ഞാൻ മോശമായി പറയുന്നതല്ല കേട്ടോ. കാരണം അത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്
അല്ലേ? നമ്മൾ അമ്പലങ്ങളിൽ പോയി നമസ്കരിക്കും, ശയനപ്രദക്ഷിണം ചെയ്യും, ഇല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ അതിനെ പേരെനിക്കറിയില്ല, ഓരോ സ്ഥലത്തും ഓരോ, നമ്മൾ ഓരോ പാദവും വെച്ചിട്ട് ആ പാദത്തിൻ്റെ അകലത്തിൽ മാത്രം ഇങ്ങനെ നടന്ന് പ്രദക്ഷിണമുണ്ട്. അതൊക്കെ എന്താണ്? നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ ഒരേ ലെവലിൽ കൊണ്ടുപോകുന്ന, ഇതൊക്കെ ചെയ്യുന്ന കാര്യം നല്ലതാണ്. ഇടയ്ക്കൊക്കെ അമ്പലങ്ങളിൽ പോവുക, തൊഴുക, ചെന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയടിച്ചെങ്കിൽ പോകുക, കുറച്ച് നേരം അവിടെ ഇരിക്കുക. ആലൊക്കെ എന്തായാലും അമ്പലങ്ങളിൽ കാണും. പകൽ സമയത്ത് ആലിൽ നിന്നുള്ള ആ ശുദ്ധമായ വായു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നല്ല എനർജി തരുന്നതാണ്. ആ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ച് നേരം നമ്മൾ മനസ്സുകൊണ്ട്, നമ്മളിപ്പം നടയുടെ മുന്നിൽ, ദൈവത്തിൻ്റെ തൊട്ട് മുന്നിൽ ചെന്ന് സംസാരിക്കുന്നൊരു പരിധിയുണ്ട്. നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണ്, മനസ്സുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുകയാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകും. അമ്പലത്തിലുള്ളവർ ഇത് കുറേ നേരം ആയല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ നമ്മളെന്താണ്, അത് അവിടെ നമ്മൾ ജസ്റ്റ് പറയാനുള്ള കാര്യങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്ന് പറയുന്ന പോലെ സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടമായിട്ട് സ്വൈര്യമായിട്ടൊരു സ്ഥലത്ത് പോയിരിക്കുക. അപ്പുറത്ത് ദേവിയുണ്ടല്ലോ, ഈ ദേവനുണ്ട്, മനസ്സുകൊണ്ട് സംസാരിച്ചോളൂ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് സംസാരിക്കാറുണ്ടല്ലോ. നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കരുത്, എന്നാലും എൻ്റെ കൃഷ്ണ അങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കില്ലേ, അതേപോലെ നമ്മളങ്ങോട്ട് പറയുക. നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനോട്, നമ്മൾ ഏത് അമ്പലത്തിലാണോ പോയിരിക്കുന്നത് അവിടെയുള്ള ദൈവത്തിനോട് നമ്മൾ സംസാരിച്ചോളൂ. ഇങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ, എന്നാലും എന്നോട് അങ്ങനെ ചെയ്തത് ശരിയാണോ, നീ ഇതെല്ലാം കാണുന്നില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചോളൂ. നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ. എല്ലാ സുഹൃത്തെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാ സുഹൃത്തുക്കളോടും പറയണം. പക്ഷേ ഈ സുഹൃത്തെന്ന് പറയുമ്പോൾ നമ്മൾ പറയാത്ത കാര്യങ്ങൾ വരെ അറിയുന്ന ആളാണ്, അല്ലേ? നമ്മൾ പറയുന്ന ഒരു കാര്യവും ആയിരിക്കുന്ന ദേവിയോ ദേവനോ മറ്റാരോടും പറയില്ല. അത്രയ്ക്കും വിശ്വസിക്കാം, അല്ലേ? അപ്പോൾ വിശ്വാസം, ആ ഒരു വിശ്വാസമാണ് എല്ലാം എന്ന് പറയത്തില്ലേ. അപ്പം നമുക്ക് അവിടെ എന്തും വിശ്വസിച്ച് പറയാം, ആരും അറിയാൻ പോകുന്നില്ല, മൊത്തം കാര്യങ്ങളും പറയാം. എല്ലാം കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ എങ്കിലും നിങ്ങൾ തനിയെ പറഞ്ഞോളൂ, നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചോളൂ നിങ്ങളുടെ ദൈവത്തിനോട്. അപ്പോൾ നിങ്ങൾ ശരിക്കും റിലാക്സ് ആവും. അപ്പോൾ ഈ അനാവശ്യമായ ചിന്തകളുമായിട്ട് ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ കരുതി വിഷമിക്കുന്നവർ, ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാകുമ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകും. പുറത്തേക്കിറങ്ങിയ ആളുകൾ മോശം കണ്ണോടുകൂടി നോക്കുന്നു, അല്ലെങ്കിൽ മോശം കമൻസുകൾ പറയുന്നു, നാണക്കേടുണ്ട്, എങ്ങനെ തല ഉയർത്തി നടക്കും, ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ആളുകൾ കാണും. അതുകൊണ്ട് വീടിനകത്ത് തന്നെ ഇരിക്കുന്നൊക്കെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണ്ട. പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറയുന്നതേ ഉള്ളൂ. ഒറ്റ മനുഷ്യരില്ല പ്യുവറായിട്ട് പറയാനായിട്ട്, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, നമ്മൾ ആരെയും നോക്കണ്ടെന്നേ. ആരെങ്കിലും നിങ്ങൾക്ക് എതിരെ മോശമായിട്ട്, വളരെ മോശമായിട്ട് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കുക, കമൻസ് വരുമല്ലോ റോഡ് സൈഡിലോ വീട്ടിൽ നിന്നൊക്കെ. അപ്പോൾ നിങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം അവിടെ നിൽക്കുക. ഈ പറയുന്ന ആൾ കാണണം നിങ്ങൾ നിൽക്കുക. അവർ പറയട്ടെ എന്ന് വിചാരിക്കുക. പറഞ്ഞ് കേട്ടിട്ട് നിങ്ങളുടെ സർവ്വശക്തിയും മനസ്സിൽ കരുതിക്കൊണ്ട് ഒറ്റ ഒരു നോട്ടം അയാളെ നോക്കുക, പറയുന്ന ആളെ ഒറ്റ ഒരു നോട്ടം നോക്കുക, വീണ്ടും നടക്കുക. ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അമ്പലമോ പള്ളിയോ ആണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുക. അവിടെ ആകുമ്പം ചെന്ന് നമ്മളോടാരും അങ്ങനെ സംസാരിക്കാൻ വരില്ല, ആരോടും പറയണ്ട. ആരോടും സംസാരിക്കാൻ വന്നാൽ തന്നെ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ ദൈവത്തിനോട് സംസാരിക്കൂ. അങ്ങനെ ദൈവത്തിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഫുൾ ഫ്രഷ് ആവും. പിന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ സമീപിക്കൂ. പലപ്പോഴും ആവശ്യം ഒന്ന് തുറന്നു പറയാനൊരാളിനെ തന്നെയാണ്. അങ്ങനെ തുറന്നു പറയാനൊരാളിനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് അവിടെ പറയാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് തന്നെ നോക്കാം, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. നിങ്ങൾ സംസാരിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മനസ്സിൽ നിന്ന് തിങ്ങുന്നത്. ആ തിങ്ങി ഒരു
വലിയൊരു സ്ഫോടനത്തോടു കൂടി നമ്മൾ സ്വയം ഇല്ലാണ്ടാകുന്നത് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെയും ചിന്തിക്കുക, മുന്നോട്ട് പോകട്ടെ, ജീവിതം അങ്ങനെ മുന്നോട്ട് പോകട്ടെ, ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരാൻ കിടപ്പുണ്ട്. നമ്മളെപ്പോഴും എൻ്റെ ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളാണല്ലോ, ഇതെങ്ങനെ ഒന്ന് അവസാനിക്കും, ഇതെപ്പോൾ നോക്കിയാലും ഓരോരോ പ്രശ്നങ്ങൾ. ഇങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഇതുവരെ ചിലപ്പം 40 വയസ്സായി കാണാം, 50 വയസ്സായി, 50 വയസ്സ് വരെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അന്നുകൊണ്ടായിരിക്കാം നിങ്ങളെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും തീരുന്നത്. 51 വയസ്സാകുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അതുപോലെ നല്ല കാലമാണെങ്കിലോ അല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിക്കൂ. അങ്ങനെയൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കെങ്കിൽ മാത്രമേ നമുക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും മാറിപ്പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒഴിഞ്ഞു മാറുകയല്ല, അതിനെക്കുറിച്ച് തന്നെ കൂടുതൽ ചിന്തിക്കല്, നമ്മൾ സംസാരിക്കുക. ചിലർക്കൊക്കെ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരോട് നമുക്ക് എന്തും പറയാം, വിശ്വസിച്ച് പറയാം. ആരോടും ഒന്നും പറയാൻ പോകത്തില്ല. നമുക്ക് നമ്മളെ വഴക്ക് പറയേണ്ടതാണെങ്കിൽ അവർ വഴക്ക് പറയും, അല്ലെങ്കിൽ പോട്ടടാ സാരമില്ല നീ വിഷമിക്കാതെ എന്ന് പറയാനുള്ള ഒരു മനസ്സുള്ളവരാണെങ്കിൽ അങ്ങനെയും പറയും. അത് ചിലർക്കൊക്കെ ഭാഗ്യമാണ് അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ചിലർ പറയും അവന് മാനസികമായിട്ട് തന്നെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അതായിക്കോട്ടെ, മാനസികമായിട്ട് പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്കെല്ലാവർക്കും ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എൻ്റെ അനിയൻ എപ്പോഴും പറയും, കുറേ ആൾക്കാരുടെ ഉദാഹരണം പറയും, ഇന്നാളിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതൊരു പ്രശ്നമാണ് എന്നവൻ പറയും. ശരിയാണ്, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ, അവർക്കൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന എനിക്കും ഉണ്ട് മാനസികമായിട്ടൊരു പ്രശ്നം എന്ന് പറയാം. അത് എല്ലാവർക്കും ഉണ്ട്. നമ്മളറിയുന്നില്ല നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. ഈ ദേഷ്യം അതായിരിക്കും എൻ്റെ ഒരു മാനസിക പ്രശ്നമാണ് അല്ലേ. അമിതമായിട്ടുള്ള ദേഷ്യം എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഞാനൊക്കെ സഡനായിട്ടാണ് ദേഷ്യം വരുന്നത്. പക്ഷേ ആ പ്രസൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഞാൻ പറയും ഇത് അനാവശ്യമായ ദേഷ്യമാണ്. എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോൾ പറഞ്ഞു കഴിയും. അപ്പോഴെന്ത് ചെയ്യും, പെട്ടെന്ന് തണുക്കും. പക്ഷേ ദേഷ്യം വന്നു പോയില്ലേ, ദേഷ്യപ്പെട്ടു പോയില്ലേ, അത് കഴിഞ്ഞിട്ട് തണുത്തിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ഒരു ദേഷ്യത്തെ ഇങ്ങനെ മാറ്റി വേറൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്കും അതൊക്കെ പറ്റും. നമുക്ക് പറ്റാത്തത് വേറെ ആർക്കെങ്കിലും പറ്റുമോ? നമ്മൾ മനുഷ്യരാണ് അല്ലേ. നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് അല്ലേ. അപ്പം വലിയ ആന, അവരെ വരെ നമ്മൾ മെരുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. നമ്മൾ പറയുന്ന പോലെ അനുസരിക്കില്ലേ. അങ്ങനെ ആനയെ മെരുക്കാനുള്ള ശക്തി, കഴിവ് നമ്മൾ മനുഷ്യർക്കുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സിനെയും മെരുക്കാനുള്ള കഴിവ് നമുക്കുമുണ്ട് അല്ലേ. വലിയൊരു ജീവിയാണ്, കാട്ടിൽ ജീവിക്കുന്ന വലിയൊരു ജീവിയാണ് ആന, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. അതിനെ കൊണ്ടുവന്നിട്ട് ചട്ടം പഠിപ്പിച്ച് അതിനെ പറയുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റി അല്ലേ. അപ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് സമ്മതിക്കത്തില്ല, ചിലപ്പോൾ അതിന് ദേഷ്യം വരാറുണ്ട് അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെയും കാര്യം. നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ചൊക്കെ ചില സമയത്ത് എന്താണ്, നമ്മളെ കൈവിട്ട് പോകും അല്ലേ. കൈവിട്ട് പോകുന്ന സമയം കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും വീണ്ടും നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് നമ്മൾ തന്നെയാണ്. ആന ദേഷ്യപ്പെട്ട് പിണങ്ങിയാലും പാപ്പാന്മാർ തന്നെ വിചാരിക്കണം അല്ലേ. അവർ തന്നെ ആ ആനയെ മെരുക്കിയെടുത്ത് വീണ്ടും സോൾവാക്കി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെടുക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുന്ന സമയങ്ങളുണ്ടാകും. പക്ഷേ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെ പിടിച്ച് നിർത്താനായിട്ടുള്ള ഒരു മനസ്സ് നേടിയെടുക്കണം. ശരിയല്ലേ? അങ്ങനെ വേണം. ആരുടെയും മുന്നിൽ തല കുനിക്കാൻ പോകരുത്. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ പ്രശ്നം ചെയ്തെന്നോ തെറ്റ് ചെയ്തെന്നോ ആൾക്കാർ പറഞ്ഞോട്ടെ, ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ തല കുനിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് ഏത് തരത്തിലുള്ളതായാലും. പക്ഷെ നമ്മൾ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത കാണും. ആ ഒരു ചിന്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. അമ്മ മകനെ പിന്നെ ഈ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ സമീപിച്ചിട്ട് അങ്ങനെയുള്ളൊരു സെൻറ്ററിലേക്ക് മകനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലഹരിയുടെ ഉപയോഗമാണ്. ലഹരി എന്ന് പറയുന്നത് എന്താണ് അല്ലേ. ഇതേ ഉള്ള എൻ്റെ ദൈവമേ, എനിക്ക്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയം പോലെയാണ്. നമ്മൾ എന്ത് വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനി അങ്ങോട്ട് വളർത്തും? കാരണം ഈ കുഞ്ഞുങ്ങൾ പോലും അറിയുന്നില്ല പലപ്പോഴും ഇതിന് അഡിക്റ്റായി പോകുന്നത്. അതല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മിഠായിലൂടെ വരെ കൊടുക്കുകയാണ് അല്ലേ? അതാണ് കാലത്തിൻ്റെ ഒരു പോക്ക്. ഈ കൊടുക്കുന്നവർക്ക് എന്ത് ലാഭം? ഇത് ഉപയോഗിക്കുന്നവർക്ക് ആദ്യമൊക്കെ രസം തോന്നും, പിന്നെ ഇത് വലിയ പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറ്. ആ തലച്ചോറിനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയും. ഇങ്ങനെ ഓരോ മനുഷ്യരും ഭാവി തലമുറകളെല്ലാം തന്നെ ഇങ്ങനെ ഇതുപയോഗിച്ച് അവരുടെ തലച്ചോറ് വേണ്ടാത്ത കാര്യത്തിനെല്ലാം വേണ്ടി പ്രവർത്തിച്ച് നശിച്ചു പോകാനാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമോ? ഈ മനുഷ്യർ ഇത് കുറേ കഴിയുമ്പോൾ തമ്മിലടിച്ച് ഇല്ലാണ്ടാകുന്ന ഒരു കാലമായിരിക്കും വരാൻ പോകുന്നത്. ഭൂമിയിൽ ആരും കാണില്ല, കാരണം പരസ്പരം ഇടിച്ചും കൊന്നുമൊക്കെ തീരും. ഇതല്ലേ ഇങ്ങനത്തുള്ള മയക്കുമരുന്നും മറ്റും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും ആരും തിരിച്ചറിയാനില്ല. എല്ലാവർക്കും എന്തോ ഒരു ലോകത്ത് ജീവിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ പോലീസുകാരെ കാണുമ്പോൾ പേടിച്ചിരുന്നു. ഇപ്പോൾ പോലീസുകാർ എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഏതാടാന്ന് ചോദിച്ചാൽ പോലീസുകാരെ തല്ലാൻ ചെല്ലുന്ന ഒരു സമയമാണ്. അപ്പോഴേ ഓർത്തോണം അവിടെ തലച്ചോറ് വേറെ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. വേറെ ഒന്നും വേണ്ട. നമ്മളൊക്കെ ഇപ്പോഴും നമ്മൾ പണ്ട് പഠിപ്പിച്ച ടീച്ചർമാരെ സാർമാരെ കാണുമ്പോൾ നമുക്ക് ഒരു ഭയത്തോടു കൂടി, നമ്മളൊരു ബഹുമാനത്തോടു കൂടി നിൽക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടില്ല, ടീച്ചർമാരോടും സാർമാരോടും ഒക്കെ അങ്ങോട്ട് കയർത്തങ്ങ് സംസാരിച്ചേക്കുകയാണ്. കൊച്ചു കുട്ടികൾ വരെ കൈ ചൂണ്ട് വരെ സംസാരിക്കുകയാണ്. എങ്ങനെയാണ്? എന്തുകൊണ്ട്? വല്ലാത്തൊരു കാലമാണല്ലേ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അപ്പം എല്ലാം നടക്കുന്നതാണ്. ചിലർക്ക് അച്ഛനമ്മമാർക്ക് ഇപ്പം വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പ്രശ്നം തന്നെയാണ്. കുട്ടികൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ പെരുമാറുമ്പോൾ അടുത്തുള്ള ആളുകൾ, ചില നല്ല അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവർ വിചാരിക്കുന്ന അവരുടെ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി മക്കൾ എന്നുള്ള രീതിയിലാണ്. എൻ്റെ മക്കൾ നല്ല കുട്ടികളാണ്, അവരൊരു തെറ്റിലും ചാടില്ല. പക്ഷെ അവനെ നോക്കി, അല്ലെങ്കിൽ ഇന്നയാളുടെ മോനെ നോക്കി, ഇന്നയാളുടെ മോളെ നോക്കി മഹാ അലമ്പാണ്, അങ്ങനത്തവളാണ്, ഇങ്ങനത്തവളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. എനിക്ക് അവരോട് പറയാം, നിങ്ങൾ ഒരിക്കലും അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മക്കളും ഈ ഒരു രീതിയിലേക്ക് പോകാം അല്ലേ. ഇത് കഴിഞ്ഞ ഇന്നത് കാണിച്ചത് 3-4 കുട്ടികളെല്ലാം കൂടെ, 3-4 പിള്ളേരെല്ലാം കൂടെ യൂണിഫോമിലിരിക്കുന്ന കണ്ടിട്ട് വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ട പെൺകുട്ടികൾ അവർ കായലിൽ ചാടിയേക്കുന്നു പേടിച്ച്. ഇത്ര പേടിയുള്ളവർ എന്തിന് ഇതിനൊക്കെ പോകുന്നു? പാവം അച്ഛനും അമ്മയും രാവിലെ ചോറും പൊതിഞ്ഞ് കെട്ടിയില്ലേ, വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞു വിടുകയാണ്. പഴയ കാലമൊക്കെ ആണെങ്കിൽ നമുക്കൊരു അതിനെ വിശ്വസിക്കും. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പ്രണയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഓരോന്നിലും ചെന്ന് ചാടുന്നത്? അവർക്കറിയില്ല. എല്ലാവരും ഈ ലഹരിയിൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് ജീവിക്കുകയാണ്. പഴയ ആളുകൾ മാത്രം ഇങ്ങനെ ഇതെന്താണ് ലോകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ളവർ മൊത്തം ലഹരിക്ക് അടിമയായിട്ട് ഇങ്ങനെ കിറങ്ങി നടക്കുന്നു. പഴയ ആൾക്കാർ മാത്രം ഇതെല്ലാം കണ്ടും കേട്ടും വേറൊരു ലോകത്ത് അവരും ഇതെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മൊത്തം മാറിപ്പോയി. ഭയങ്കര നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന പോലുള്ള ജീവിതമായിരിക്കും ഇനിയും പറ്റുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറയാം. പക്ഷേ ഈ തലമുറകൾക്ക്, ഇപ്പോഴുള്ള തലമുറയ്ക്ക് പറയാൻ പറ്റുമോ ഞങ്ങളുടെ കുട്ടിക്കാലത്തിലെ ഏതെങ്കിലും നല്ലൊരു കാര്യങ്ങളെക്കുറിച്ച്? നമുക്കിപ്പം പറയാൻ പറ്റും, പഴയ കാലങ്ങൾ കുറേ കാര്യങ്ങൾ നല്ലത് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ പറയാൻ മാത്രം ഒന്നും കാണില്ല. എല്ലാവരുടെ ഏകദേശം ഒരുമാതിരി ആയിരിക്കും. ഞങ്ങളവിടെ വെച്ച് ഇങ്ങനെ കാണും, ഇങ്ങനെ വെച്ച് ഇങ്ങനെ, അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പറയും. പക്ഷേ നമ്മൾ ഓർത്തെടുക്കുന്ന പോലെ മധുരിക്കുന്ന ഓർമ്മകളൊന്നും തന്നെ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? എല്ലാവരും ഫോണിനകത്താണ് സ്വസ്ഥം. ഇവിടെ കളിക്കാൻ കുറേ കുട്ടികൾ വരും, മിക്കവർക്കും ഫോണുണ്ട്. കുറേ പിള്ളേർ കളിക്കും, കുറേ പിള്ളേർ ഫോണിൽ നോക്കിയിരുന്ന് എന്തൊക്കെയോ കാണുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി, ഇതുങ്ങൾ കളിക്കാൻ വന്നാൽ ഈ ഫോണും കൊണ്ട് വന്നിട്ട് കളിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുന്നത് എന്തിനാണ്? ഈ വീട്ടുകാർ ഇതൊന്നും അറിയുന്നില്ല. ഇതെന്തിനാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഫോൺ കൊടുത്തു വിടുന്നത്? കളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഫോണിൻ്റെ ആവശ്യം എന്താണ് ഇവർക്ക്? അപ്പോൾ ഇവർ കളിക്കുക എന്നുള്ളതാണോ അവരുടെ ലക്ഷ്യം? ചിലപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഫോണായിരിക്കില്ല, വേറെ ആരുടെയെങ്കിലും ഫോണായിരിക്കും. അപ്പം കളിക്കാൻ ചെല്ലുമ്പം
അവനെന്താ വിചാരിക്കും, കളിക്കാൻ പോവുകയാണെന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിടും. ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും കുട്ടികളെയൊക്കെ അങ്ങനെ കളിക്കാൻ വിടും, മറ്റുള്ളതിലൊന്നും പോയി ചാടണം. അപ്പം കളിക്കാൻ പോകുന്ന സമയത്തിൽ അവൻ ഫോൺ കൊണ്ടുവരും, അപ്പോൾ നമുക്ക് ആ ഫോണിൽ കുറച്ച് കാണാം എന്ന് കരുതി ഇരിക്കുന്ന കുട്ടികളുണ്ട്. കളിക്കാനെന്ന് പറഞ്ഞ് പോകും, പക്ഷേ അവിടെ ചെന്നിരുന്ന് വല്ലവൻ്റെ ഫോൺ വാങ്ങിച്ചെടുത്ത് അതിൽ എന്തൊക്കെയോ കണ്ട് രസിക്കുകയാണ്. അങ്ങനെ കുട്ടികളുടെ ജീവിതം ഏതൊക്കെയോ വഴിയിലൂടെ പോവാണ്. ഭയങ്കരമായിട്ടും എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. പിന്നെ എനിക്കും ഉണ്ടല്ലോ ഒരു കുഞ്ഞ്, അവളുടെ ജീവിതത്തെക്കുറിച്ചും ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ഇവളൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കും ഞാൻ. പിന്നെ അവർക്കും എന്താ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ. ഞാൻ വിചാരിക്കണം എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെ വളർത്തു, ഇങ്ങനെ ഒത്തിരി വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. അവൾ വലുതാകും തോറും അവൾക്ക് അവളുടേതായ ഒരു മനസ്സുണ്ട്, അവൾക്ക് അവളുടെ തീരുമാനങ്ങളുണ്ട്, അവൾക്ക് ശരിയെന്നുള്ളത് തോന്നുന്നത് അവൾ ചെയ്യും. പിന്നെ നമ്മളെന്താണ്, കുഞ്ഞിനെ തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന ഒറ്റ കാര്യം നമുക്ക് രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരി, ഇത് തെറ്റ്, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ മനസ്സിൽ ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നേടിയെടുത്തു കൊടുക്കുക. ഈ ഫോൺ കൊടുത്ത് അല്ലെങ്കിൽ ടി വിയിൽ കുറേ കാർട്ടൂണെല്ലാം ചുമ്മാ കാണിച്ച് എന്താണ് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവരെ ടി വിയുടെ മുന്നിലോ ഫോണിൻ്റെ മുന്നിലോ ഇരുത്തുമ്പോഴല്ല, അവരുടെ കൂടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊണ്ടുവരിക. പഴയ തലമുറയിൽ നമ്മൾ അങ്ങനെ വലിയ പ്രശ്നമില്ലാത്ത ആൾക്കാരെന്തുകൊണ്ടാണ് ഉള്ളത്? വീട്ടിൽ അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ട്, വീട്ടുകാര്യങ്ങളുണ്ട്, ഇവരെല്ലാവരും തമ്മിൽ എന്താണ് കുറേ പഴയ കഥകളൊക്കെ പറഞ്ഞ്, അവർക്ക് ടി വിയും കാര്യങ്ങളും ഈ ഫോണൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പം അവരുടെ ജീവിതത്തിൽ ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ എന്താണ് കൊച്ചു കുട്ടികളെന്ന് പറയുമ്പോൾ ഭയങ്കര വീക്ക്നെസ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഇവർക്കറിയാവുന്ന ഇങ്ങനെ കുറേ കഥകളും കാര്യങ്ങളും എല്ലാം കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഗുണപാഠം പറഞ്ഞു കൊടുക്കുക, അതിലൂടെ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇല്ലേ, എല്ലാത്തിനെയും എങ്ങനെ നേരിടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ശരിക്കും എന്താണ് മനസ്സുകൊണ്ട് വളർത്തിയെടുക്കുകയാണ്. കാരണം ഒറ്റൊരു കാര്യം ഞാൻ പറയുകയാണ്, എൻ്റെ അപ്പച്ചിമാർ പഠിപ്പിച്ച ചേട്ടന്മാരുണ്ട്, അവർക്കൊക്കെ വലിയ മക്കൾ വരെയായി. അവരൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ ഇവരെ ആരെങ്കിലും കാണുവാണെങ്കിൽ ആശാട്ടിന്ന് വിളിച്ചുകൊണ്ട് ഓടി വരും. അക്ഷരം പഠിപ്പിച്ച ആശാട്ടിന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അവർ അത്രയും പ്രായമായിട്ടും അവരുടെ മനസ്സിൽ തങ്ങൾക്ക് അക്ഷരം പഠിപ്പിച്ച് തന്ന ആൾക്ക് ഉള്ള ഒരു പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് ആ പ്രാധാന്യം വന്നത്? അവർ വളർന്ന ആ സാഹചര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് നിൻ്റെ ടീച്ചർ വരുന്നുണ്ട്, ഓ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന പിള്ളേരാണ്. എന്ത് ടീച്ചർ? അങ്ങനെയൊക്കെയാണ്, കാലം മാറിപ്പോയി. അപ്പോൾ നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണല്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലല്ലോ നമ്മൾ ജീവിച്ചത്. അപ്പം നമുക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓർക്കാൻ കുറേ ഫോണിലെ വീഡിയോസ് മാത്രമായിരിക്കും അല്ലേ. അതും കുറേ നാൾ കഴിയുമ്പം പുതിയത് കഴിയുമ്പം പഴയതങ്ങ് മറക്കും. അങ്ങനെയാണ്. നമുക്ക് നല്ല കാഴ്ചകളുണ്ട്. ഇനിയുള്ള തലമുറകൾക്ക് കാഴ്ച വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറപ്പായും കണ്ണടയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ എത്രയും ഉള്ള കുട്ടികളുണ്ട്. എൻ്റെ ഒരു ചേട്ടൻ്റെ മോളുണ്ട്, അവൾക്ക് കണ്ണാടിയൊക്കെ ഉണ്ട്. ഇവൾ എപ്പോൾ ടി വിയാണ് കാണുന്നത്. ടിവിയുടെ ഏറ്റവും അടുത്ത് ഇങ്ങനെ തല പൊക്കി വെച്ച് ഇങ്ങനെ കാണും. ഞാൻ എന്നെയാണ് ഇച്ചിരി പേടിയുള്ളത്. കാരണം കുഞ്ഞിലേക്ക് ഞാൻ പഠിപ്പിച്ചൊക്കെ ഓടിക്കും, ഒത്തിരി വഴക്കുറയും. പക്ഷേ ആരും കാണണമെന്നില്ല. അവൾ പിന്നെ അവിടെ പോയി ഇങ്ങനെ നോക്കിയിരുന്ന് ടി വിയിൽ ഇപ്പോൾ എന്താണ് കണ്ണാടി വെച്ചിട്ടുണ്ട്. അന്നേ ഞാൻ അവൾക്കൊരു വാണിംഗ് കൊടുത്തതാണ്, നിനക്ക് കണ്ണാടിയുടെ ആവശ്യം വരും, ഈ ഇരിപ്പിന് കണ്ണാടിയുടെ ആവശ്യം വരും. അവിടെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കണ്ണാടി വെച്ചോണ്ട് നടക്കട്ടെ അല്ലേ. അപ്പം നമ്മളൊക്കെ പ്രായമായപ്പോൾ പ്രായത്തിൻ്റെതായ പ്രശ്നം കൊണ്ട് കണ്ണട യൂസ് ചെയ്യുന്നെങ്കിൽ ഇന്നത്തെ തലമുറകൾ എന്താണ്, ഈ ഫോൺ കോണ്ടാക്റ്റ് കൂടുതലായിട്ട് കണ്ണട ഉപയോഗിക്കും അല്ലേ. ഒരുപാട് പരസ്യങ്ങളുണ്ട് ഇല്ലേ കണ്ണടയ്ക്ക് വേണ്ടിയിട്ട്. പല പല മോഡലുകൾ വരെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു രീതിയിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു. പുസ്തക വായനയുണ്ടോ? ഇല്ല. പുസ്തകം വായിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്.
നമ്മൾ ഒരു ഫോണിൽ വായിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു, അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു പഠനവും കൂടി നടക്കുന്നുണ്ട്. ഇത് പഠിക്കുക കൂടിയാണ്. നമ്മൾ അക്ഷരങ്ങളെ കൂടുതൽ പഠിക്കുന്നു, വായിക്കുവാനും പഠിക്കുന്നു, വേഗത്തിൽ വായിക്കാൻ പഠിക്കുന്നു. ആ വായനയ്ക്കൊപ്പം തന്നെ ആ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ആ യാത്ര പോകുന്നത്, അല്ലേ? അതാണ് വായനയുടെ പ്രത്യേകത. നമ്മളൊക്കെ പറയും വേറെ ആരുടെ ഭാവനയിൽ അവർ എഴുതിയ കാര്യങ്ങൾ നമ്മൾ വായിച്ച് സമയം കളയുന്നു. ഇതുതന്നെയല്ലേ ഇതിലെല്ലാത്തിലും നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെ. ഓരോരുത്തരും അവരുടെ ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചു വയ്ക്കുന്നു, നമ്മളത് കാണുന്നു, അല്ലേ? ഫോണിലതല്ല നടക്കുന്നത്. പക്ഷേ അക്ഷരങ്ങളിലൂടെ ആകുമ്പോഴെന്താണ്, അതിലൊരു വലിയ പഠനം കൂടിയാണ്. വായിക്കുന്നു, അല്ലേ? മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നു. നമ്മുടെ അർത്ഥതലങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. ആ ഓരോ വാക്കും നമ്മളുടേതായ ഒരു അർത്ഥത്തിലേക്ക് നമ്മളെ പോകുന്നു. നമ്മളിലുള്ള ഒരു ഭാവനയെ ഉണർത്തുന്നുണ്ട്. ചിന്തകൾ അങ്ങേയറ്റം വരെ എത്തിക്കുന്നുണ്ട്. എങ്ങനെ ചിന്തിക്കാം, എങ്ങനെയാണ് എന്ത് ഒരു സന്ദർഭത്തിലേക്ക് നമ്മളൊരു കഥ അല്ലെങ്കിൽ കവിത വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ എഴുതിയ ആളുടെ ആ ഒരു ഭാവന നമ്മുടെ ഭാവനയുമായി ചേർന്ന് പോകും. എന്തായിരിക്കും അപ്പോൾ എഴുതിയപ്പോൾ ഉള്ള ഒരു ഫീല്, അല്ലേ? ഒരു വിവരണം വരുമ്പോഴത്തേക്കും ആ വിവരിക്കുന്നത് നമ്മുടെ ഉള്ളിലത് ഒരു രൂപമായി തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ പത്രം വായിക്കുന്ന മിക്ക വീടുകളിലും പത്രം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില വീടുകളിൽ ചെന്ന് പത്രം തുറന്നിട്ടില്ല, അതേപോലെ തന്നെ കിടക്കുന്നുണ്ടാവാം. അകത്തായിരിക്കും കിടക്കുന്നത്, പക്ഷേ ഉപയോഗിച്ചതായിട്ട് നമുക്ക് തോന്നില്ല. പത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പത്രം ഒരു പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ പഴയ രീതിയിലിരിക്കില്ല. നമ്മുടെ വീട്ടിലേക്ക് പത്രം വന്നു കഴിയുമ്പം ആ ഒരു ഭംഗിയായിട്ട് അടുങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒറ്റ പ്രാവശ്യമെങ്കിലും നമ്മൾ ആ പത്രം തുറന്നിട്ട് തിരിച്ചതുപോലെ വയ്ക്കാൻ നോക്കിയാൽ ഒരിക്കലും പറ്റില്ല. ഒരു ചെറിയ വ്യത്യാസം വന്നിരിക്കും ആ പത്രത്തിൻ്റെ പേജുകൾക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെ വ്യത്യാസം പോലും വരാതിരിക്കുന്ന പത്രം വെറുതെ ഇരിക്കുന്നതാണ്. നിങ്ങൾ ഇതും കൂടെ ശീലിപ്പിക്കുക, കുട്ടികളെ പത്രം വായിപ്പിക്കുക. ആദ്യമൊക്കെ അവർക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ വായിച്ചു കൊടുക്കുക. ആ പത്രത്തിലെ പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചൊന്നും കൊടുത്തില്ല. ഞാൻ വായിച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്ന് നോക്കും, എന്നിട്ട് അപ്പൂപ്പൻ, ചേച്ചി, അമ്മുമ്മ എന്നൊക്കെ പറയും. ഞാൻ പറയാം നടക്കട്ടെ, അവളുടേതായിട്ടുള്ള രീതിയിൽ അവൾ മനസ്സിലാക്കട്ടെ എന്ന് ഞാനും കരുതും. അപ്പോൾ അതുപോലെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അവർ വായിക്കട്ടെ, വായിച്ച് വളരട്ടെ. പത്രത്തിൽ നിന്നാവട്ടെ ആ ഒരു തുടക്കം, അല്ലേ? പത്രമൊക്കെ വീട്ടിൽ വരുത്തുന്നവർ തീർച്ചയായിട്ടും കുട്ടികളെ വായിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. നടക്കുന്ന കാര്യമാണെന്നറിയില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയണം. എന്തായാലും എൻ്റെ മോളെ കൊണ്ട് എന്തായാലും പത്രം ഒന്ന് നോക്കിക്കണം എന്നൊക്കെയുള്ള എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഓരോ ശീലങ്ങൾ നൽകി കൊടുക്കുന്നത്. അപ്പോൾ ആ ശീലങ്ങൾ ഇത് ഒരു നല്ല ശീലമാണ്. നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെ ഈ പത്രം വായനയും ഒരു നല്ല ശീലം എന്നുള്ള രീതിയിൽ അവരിലേക്ക് നൽകുക. അവർ വായിക്കട്ടെ, അല്ലേ? അങ്ങനെ 1-2 ദിവസം നമ്മളത് അങ്ങ് പറഞ്ഞ് അവരെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നീട് അത് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും പത്രം നമ്മൾ മാറ്റി വയ്ക്കാൻ നമുക്ക് തോന്നില്ല. ഇന്ന് നമുക്ക് പത്രം കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പത്രത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് എന്തൊക്കെയാണെന്നറിയാൻ പറ്റും. ചിലരുണ്ട് ഇന്ന ഒരു പേജ് മാത്രമേ നോക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാ പേജുകളും നോക്കണം, ഹെഡിങ്ങുകളൊക്കെ വായിക്കണം. ഇത് നമുക്ക് സ്കൂളിലുണ്ടല്ലോ. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ വാർത്ത വായിക്കുമല്ലോ നമ്മൾ അസംബ്ലിയിൽ. അപ്പം അങ്ങനെ കുട്ടികളെ കൊണ്ട് എഴുതിക്കൊണ്ട് ചിലർ ക്ലാസ്സിൽ വന്നിട്ടായിരിക്കും പെട്ടെന്ന് നമ്മളും കൂടെ ഒക്കെ നോക്കി പിടിച്ച് എല്ലാ ഹെഡിങ്ങൊക്കെ എഴുതി കൊടുക്കും. എന്തിനാണ് അതൊക്കെ? അതെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഓരോ അറിവുകൾ നമ്മുടെ ഉണ്ടാവണം. ഈ ഒരു വായന കുട്ടികൾക്ക് ഉണ്ടാവണം എന്ന ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നമ്മൾ നൽകുക. ഒരു പത്രത്തിന് എത്ര രൂപയാണ് എന്നറിയാമല്ലോ. ഇപ്പോൾ എത്ര ഉണ്ട്? കൂടി വന്നാൽ ഒരു 10 രൂപ, അല്ലേ? അപ്പം 30 ദിവസത്തേക്ക് എത്ര രൂപ? വലിയ തുകയൊന്നും അല്ലല്ലോ അത് നമുക്ക് പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് വരുത്തുക. പിന്നെ അത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം തൂക്കി വിൽക്കാം. വിറ്റാലും നമുക്ക് 10 രൂപയെങ്കിലും തിരിച്ച് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാം.
പിന്നെ ഇഷ്ടംപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യുക. ഞാനൊക്കെ നേരത്തെ അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുക, അത് നമുക്ക് എപ്പോഴായാലും പ്രയോജനം ചെയ്യുന്നതാണ്, അസൈൻമെൻറ്റിനുമൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്കൊപ്പം നിങ്ങൾ നിൽക്കുക. നിങ്ങൾ നിന്നില്ലെങ്കിൽ അവരോടിപ്പോവും എന്നുള്ള കാര്യം മറക്കണ്ട. നിങ്ങളപ്പോൾ അവർക്കൊപ്പം ഉണ്ടാകുക. ഓക്കെ.